ഹലോ ഗൈസ്. അപ്പോൾ ആലക്കോട് പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അപ്പം ആ പോയ വഴി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ സംഭവം സൂപ്പർ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് കൊണ്ട് നല്ല അലങ്കരിച്ച് നല്ല അടിപൊളി സൂപ്പറാക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രൗഢി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ മാങ്ങയുടെ സീസണെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും തന്നെ നല്ലോണം മാങ്ങയുണ്ടെന്ന് തോന്നും. കാരണം നമ്മൾ കണ്ടെടുത്തെല്ലാം ഏകദേശം ഇതേപോലെ തന്നെ നല്ലോണം പൂത്തിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, അത്യാവശ്യം നമുക്കൊരു അച്ചാറിൻ്റെ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പാനലുകൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുള്ളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ശേഷം സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. ഒരു സെറ്റ് ഫുള്ള് കഴുകി എല്ലാം കണ്ടീഷനാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ അതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. കാരണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ അതിന് വരെ ചളിയെല്ലാം കണ്ടാൽ മോശമല്ലേ. അപ്പം നമ്മളത് നല്ല വൃത്തി തന്നെ കഴുകി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ താഴെ തന്നെ ഉണ്ടായിരുന്നു. കസ്റ്റമർ അതിൻ്റെ മേലെ കയറാത്തത് കൊണ്ട് കാണാഞ്ഞതാണ്. അവരെ പയറെല്ലാം നല്ലോണം മൂത്ത് നല്ല ഒരുപാടുണ്ട്. ആരും അതിൻ്റെ മേലെ അങ്ങനെ കയറുന്നുണ്ടായിട്ട് അത് താഴെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് ഉപയോഗിക്കും. ഇപ്പോൾ എല്ലാം ഹൈബ്രിഡ് അല്ലേ. അപ്പോൾ ചക്ക വായിച്ചു ഞാനുമായിട്ട് ഒഴിവാക്കേണ്ട വെച്ചിട്ട് ഞാൻ ഹൈബ്രിഡായി തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ റെഡി ആവുന്ന കേട്ടോ. ഇതെല്ലാം ഒരുപാട് കാലത്തിന് ശേഷം കണ്ടൊരു സാധനമാണ്. ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഈ സാധനം കണ്ടോ, ഇത് രണ്ടെണ്ണം അടിച്ച് നല്ല മത്താകുമ്പോൾ എന്ത് ചെയ്യും, ക്യാമ്പ് ഫയർ ഇടുന്നതാണ്. പറക്ക് പോവും, തീയിടും. പക്ഷെ അത് കൂടുതലൊന്നും പോകില്ല കേട്ടോ. അപ്പം തന്നെ നമ്മളത് കെടുത്തും. ഇത് കണ്ടോ, ഇത്രയെല്ലാം റിസ്ക് എടുത്ത് ആ സാധനം കയറ്റുന്നുണ്ട്, ഓവർലോഡ് കയറ്റിക്കൊണ്ടുണ്ടോ, എല്ലാ ആവശ്യമുണ്ടോ? അവരെ ജീവിത പ്രാരാബ്ധമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഇത് ചെയ്യുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ പണി സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പണി സൈറ്റിലെത്തി നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി, കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഒന്ന് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സൈറ്റ് എഞ്ചിനീയറിൻ്റെ അവിടെ നിന്ന് തൂങ്ങി നിന്ന് നോക്കുന്നുണ്ട്, എന്താടാ ഇപ്പം പരിപാടി, എന്താ എങ്ങനെയാണെന്നല്ല. ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ, ഇപ്പോൾ നോക്കട്ട്, അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ.